Audio Jungle. Audio Jungle. ഹലോ! എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ട്ടോ. ഇന്നിതാ നമ്മൾ ഒരു ഫിഷ് കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണ. അടിപൊളി മുളകിട്ട കറി. അപ്പം ഇത് ഞാനല്ല ഉണ്ടാക്കണത്, എൻ്റെ ഹസ്ബൻഡാണ് ട്ടോ ഉണ്ടാക്കണത്. അപ്പം ആള് നോൺ വെജിൽ സ്പെഷ്യലിസ്റ്റാണ്. നല്ല കൈപ്പുണ്യമാണ്. എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റുമാണ് ട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചു. എണ്ണ ഒഴിച്ചു. പാത്രത്തിൻ്റെ ഭംഗിയിലേക്ക് അങ്ങനെ പോകണ്ട ട്ടോ. വലിയ ഭംഗിയൊന്നുമില്ല. എല്ലാം ഓൾമോസ്റ്റ് പോയി കിടക്കുകയാണ്. ഓക്കെ. എന്താ വെച്ചാൽ റഫ് യൂസാണ്. ആളാണ് കൂടുതൽ കുക്ക് ചെയ്യണത്. ഓക്കെ. അപ്പം ഇതിനകത്ത് എണ്ണയിലേക്ക് കടുക്, വറ്റൽമുളക്, പിന്നെ ദാ നല്ല കരിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് നല്ലോണം ചൂടായ എണ്ണയിലേക്കാണ് ഇതെല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ദാ നല്ലോണം പൊട്ടുന്നുണ്ട് ട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പോണത് ഒരു കുഞ്ഞ് സവാള, ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒരു ബ്രൗൺ ഒരു കളറാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ആൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. രഞ്ജിത്തിൻ്റെ ഒരു സ്റ്റൈലാണ് ഫിഷ് കറി ഉണ്ടാക്കുന്നത്. എനിക്കറിയില്ല എല്ലാവിടെയും ഇതേപോലെ തന്നെ ആണോ എന്ന്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എൻ്റെ എന്തൊക്കെയായാലും ഫിഷ് കറിയൊന്നും ഒരിക്കലും ശരിയാവാറില്ല. പിന്നെ ഞാൻ കൂടുതലും എനിക്ക് ഇഷ്ടം തേങ്ങയിട്ട് വെക്കലാണ്. ആൾക്കങ്ങനെ അത്ര ഇഷ്ടമല്ല തേങ്ങ. അപ്പോൾ ദാ അടുത്ത് നമ്മൾ മിക്സിയിൽ ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മുടെ ഒരു 1½ ടൊമാറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഇങ്ങനെ മിക്സിയിൽ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടിരിക്കുകയാണ്. അത് ആ ടൊമാറ്റോയുടെ കളറാണ്. 1½ ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 5, 6 വെളുത്തുള്ളി, ഒരു ഒരു അര എന്താ പറയുക, ആ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു കളറ് മാറി നല്ല എണ്ണയൊക്കെ ഒന്ന് തെളിയാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ വേണം നമുക്ക് അതിനകത്തേക്ക് നെക്സ്റ്റ് മസാലാസൊക്കെ ആഡ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ എന്താ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ, എ- അത് കുറച്ച് നേരം ഒന്ന് ഒരു 5, 10 മിനിറ്റ് അതിൻ്റെ ഒരു പച്ചമണവും പിന്നെ ഒന്ന് അത് നന്നായിട്ട് ഒന്ന് കളർ മാറണ വരെ നിൽക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ കാണാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. പറ്റുവാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഷെയറും ചെയ്യണം കേട്ടോ. ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഫോണ് ക്യാമറ കുറച്ചൊന്ന് ഷേക്ക് ആവുന്നുണ്ട്. അത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം അതിൽ നിന്ന് എണ്ണയൊക്കെ തുടങ്ങി, എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി, കളറൊക്കെ ഒന്ന് മാറിയത് കണ്ടോ, കുറച്ചൊന്ന് ഡാർക്ക് ഷെയ്ഡായി തുടങ്ങി. അപ്പോൾ ഇതാ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇതിനകത്ത് ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല, പക്ഷെ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ 1, 1½ ടീസ്പൂണോളം മല്ലിപ്പൊടി. പിന്നെ ഞങ്ങൾക്കിവിടെ ഉള്ളത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം അത് ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവിൻ്റെ പാകം അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അളവൊക്കെ മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇത് 3 മാത്രമാണ് നമ്മൾ മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളത്തിൽ, ഒരിളം ചൂട് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കൂ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ആൾക്ക് ഇങ്ങനെ ഒരു കൊട്ടണ സ്വഭാവമുണ്ട്. തവി എടുത്തിട്ട് അത് എത്ര ചെയ്യല്ലേ എന്ന് പറഞ്ഞാലും അത് ചെയ്യും. അതാണ് നമ്മുടെ പാത്രത്തിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ആ മിക്സ് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറണ വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ.
അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ഒരു ശകലം കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത്, 1 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇടുന്നുണ്ട്. ഈ കാശ്മീരി ചില്ലി ഇങ്ങനെ എന്താ ഇട്ടതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല കേട്ടോ. ഞാൻ ചോദിച്ചായിരുന്നു അത് മറ്റേ ബൗളിൽ മറ്റേ പൊടികളുടെ കൂടെ മിക്സ് ചെയ്തുകൂടെ എന്ന്. പക്ഷേ ഇതിങ്ങനെ ഇടണതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അപ്പം ഇങ്ങനെ അങ്ങ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞങ്ങളിവിടെ മാൾട്ടയിലാണ് താമസിക്കുന്നത്. അപ്പം ഞാനിവിടെ 1.5 വർഷമായിട്ടേ ഉള്ളൂ വന്നിട്ട്. എനിക്ക് വരുമ്പോൾ എനിക്ക് മീൻ ചട്ടി കൊണ്ടുവരാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും ഞാൻ മിസ് ചെയ്യണത്. എന്താ വെച്ചാൽ ചട്ടിയിൽ വെച്ചാലേ മീൻകറി എപ്പോഴും ചട്ടിയിൽ വെച്ചാലേ അതിൻ്റെ ഒരു സ്വാദ് കിട്ടുകയുള്ളൂ. അത് നല്ലോണം മിസ് ചെയ്യണുണ്ട്. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഇവിടെ ചട്ടിയില്ല. ഇനി അടുത്ത പ്രാവശ്യം പോയി വരുമ്പം പറ്റുവാണെങ്കിൽ കൊണ്ടുവരാൻ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ മീൻകറി വെക്കാറുള്ളത് കേട്ടോ. അപ്പം എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ എപ്പോഴും കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കും മീൻ കറിക്ക്. അതാണ് ടേസ്റ്റ്. പക്ഷെ അതത്ര ഹെൽത്തി അല്ല. എന്നാലും ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ചധികം എണ്ണ ഒഴിക്കണമായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഇവിടെ ഞങ്ങൾ നോർമൽ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കോക്കനട്ട് ഓയിലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കോക്കനട്ട് ഓയിലിൽ ഉണ്ടാക്കുമ്പോൾ, നമ്മുടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ. ഇത് ഞങ്ങൾ സാധാ കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് നമ്മളിവിടെ ഇടാൻ പോണത് ഫിഷ് മസാല പൗഡറാണ്. നമ്മുടെ സാറാസിൻ്റെ ഫിഷ് മസാല പൗഡറാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആക്കാൻ. ഇത് ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എന്താ അതിൻ്റെയും കുറച്ചും കൂടെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് എല്ലാത്തിൻ്റെയും മാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെത് അടുത്തത് പുളിവെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പുളിവെള്ളം ഇട്ടു. ഇത് നമ്മുടെ നോർമൽ പുളിയാണ് കേട്ടോ. വാളൻപുളി എന്നൊക്കെ പറയില്ലേ, നോർമൽ പുളി കുറച്ച് നേരം ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ടതാണ്. അപ്പം അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ഞങ്ങൾ ഉപയോഗിക്കാറുള്ള കുടംപുളിയാണ്. പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ചേ കുടംപുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതങ്ങ് തീർന്നു പോയി. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് കിട്ടാൻ വഴിയില്ല. അതുകൊണ്ടാണ് നോർമൽ നമ്മുടെ പുളി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുടംപുളി ഉപയോഗിക്കാം. കുടംപുളി ഡയറക്റ്റ് ഇടുവോ അല്ലെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് ഇടുവോ, എങ്ങനെ ആയാലും അത് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ച് ശകലം ഒന്ന് നേരം അതൊന്ന് അതിൻ്റെ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കണ്ടോ കളർ മാറിയത്. അപ്പോൾ അടുത്തത് ഇവിടെ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കറിയിലേക്ക് എപ്പോഴും ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളമൊക്കെ ഒഴിക്കണമായിരിക്കും. പച്ചവെള്ളം ഒരിക്കലും കോരി ഒഴിക്കരുത്. അപ്പം ആദ്യമായിട്ട് ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയാം. എന്നാലും ആദ്യമായിട്ട് ആരെങ്കിലും കുക്ക് ചെയ്യണ പിള്ളേർ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ടിപ്പ് ഉപകാരമായിട്ടിരിക്കട്ടെ. കറിയിലേക്ക് എപ്പോഴും നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു ഇളം ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ, അല്ലെങ്കിൽ ചൂടുവെള്ളം. അപ്പം എനിക്ക് 1 ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ 1 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുക കേട്ടോ. എത്ര തിക്നെസ് വേണം അല്ലെങ്കിൽ എത്ര ഇത് എന്താ പറയുക, ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി അടുത്തതാ ഇവിടെ മീനിട്ടു. മീനിൽ ഞാൻ നേരത്തെ ഇച്ചിരി ഒന്ന് മഞ്ഞൾപ്പൊടിയും ചെറുതായിട്ട് ഇത്തിരി മുളക് പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രാവിലെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം കേട്ടോ മീൻകറി ഉണ്ടാക്കണത്. അപ്പം അതാണ് ഇങ്ങനെ ഇരിക്കണത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മീൻകറിക്ക് മീൻ യൂസ് ചെയ്തിരിക്കുന്നത് സാൽമൺ. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മാംസമുള്ള നല്ല മീൻ നോക്കിയിട്ട് ഇടാം കേട്ടോ. പിന്നെ മീൻ എന്താ ഇത്ര കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ കറിയിലത്തെ മീനിൻ്റെ ഫാൻസ് ഇല്ല. കറിയിലത്തെ മീൻ ആർക്കും വലിയ ഇഷ്ടമില്ല. എല്ലാവർക്കും ഗ്രേവിയാണ് വേണ്ടത്. പിന്നെ അല്ലാതെ ഇഷ്ടം ഫിഷ് ഫ്രൈ ചെയ്യണതാണ് കേട്ടോ. അപ്പം ഗ്രേവിയിലത്തെ ആർക്കും അങ്ങനെ വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഒരു 3 4 പീസേ ഇട്ടിട്ടുള്ളൂ.
പിന്നെ നെക്സ്റ്റ് ഇതാ ഇത്തിരി ഒന്ന് പെപ്പർ ഇടുന്നുണ്ട്. ഓക്കെ. ഇവിടെ പിന്നെ മീൻ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവും പുളിയൊക്കെ വേണം. അപ്പോൾ അതാ കുറച്ചും കൂടെ പെപ്പർ പൗഡർ എടുത്തിടുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇതാ പെപ്പർ പൗഡർ ഇട്ടു. ഇങ്ങനെ മീനിട്ടിട്ട് ഇളക്കാൻ പാടില്ല എന്നാണ്. അത് പക്ഷെ വീഡിയോയിൽ കുറച്ച് ഫാസ്റ്റായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ആൾ മെല്ലെ ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇളക്കണത്. അപ്പോൾ അത് ആ മീൻ കുറച്ചും കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മീൻകറി ഏകദേശം നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ചു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ വന്നിട്ടില്ല, ഉപ്പ് മെയിൻ നമ്മുടെ സാധനം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഉപ്പ് ഇടുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതാ ഉപ്പ് ഇടുക ആവശ്യത്തിന്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഫിനിഷിങ് ടച്ചായിട്ട് തേങ്ങാപ്പാൽ, നല്ല കുറുക്കിയ തേങ്ങാപ്പാൽ. ഇത് ഞങ്ങൾ ടിന്ന് മേടിച്ചിട്ടുള്ള ഓൾറെഡി ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ മേടിച്ചിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തേങ്ങ ഇതാക്കിയിട്ട് പാലെടുക്കാം. ഇത് ഞങ്ങൾ മേടിച്ചതാണ്. അപ്പോൾ ഇതാ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഫിനിഷിങ് ടച്ചായിട്ട് തേങ്ങാപ്പാലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് തിക്കായിട്ട് തോന്നുവാണെങ്കിൽ തേങ്ങാപ്പാലിടുന്നതിന് മുന്നേ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഗ്രേവിയിലേക്ക് വെള്ളമോ അങ്ങനെയൊന്നും ഒഴിക്കാൻ പാടില്ല. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം ഇരുന്ന് തിളപ്പിക്കാനും പാടില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്തിടണം. അപ്പോൾ ഏകദേശം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പെഷ്യൽ മീൻകറി. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി കപ്പയാണ് കേട്ടോ, കപ്പയും മീൻകറി. അപ്പോൾ എല്ലാവരും ഈ മീൻകറി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.